അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവല്ലോ, അന്നിക്കാഹു സുന്നത്തി, നിക്കാഹ് എന്റെ ചര്യയാടോ. ആ നിക്കാഹ് എന്ന് പറയുന്ന പവിത്രമായ കരാറെടുക്കുന്ന ദിവസം, കല്യാണത്തിന്റെ അന്ന് ചെറുക്കനും കൂട്ടുകാരും കാണിക്കുന്ന പേക്കൂത്തുകൾ, ആഭാസത്തരങ്ങൾ, തെമ്മാടിത്തരങ്ങൾ എന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പവിത്രമായൊരു ബന്ധം തുടങ്ങുന്ന ദിവസം, അള്ളാഹുമായിട്ട് പുതുതായിട്ടൊരു ജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്നു എന്ന് കരാറെടുത്തതിന് ശേഷം, സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ തലമുറകൾ എന്തൊക്കെ പേക്കൂത്തുകളാ കാണിച്ചു കൂട്ടുന്നത്, എന്തൊക്കെ ആഭാസത്തരങ്ങളാ കാണിച്ചു കൂട്ടുന്നത്, എന്തൊക്കെ ഹറാമുകളാ ചെയ്തു കൂട്ടുന്നത്. പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപമുണ്ടാകുമല്ലോ. ആ ജീവിതത്തിന് അർത്ഥമുണ്ടോ? ആ ജീവിതത്തിന് ബറക്കത്തുണ്ടോ? ചെറുപ്പക്കാരാ, നിക്കാഹ് എന്ന് പറയുന്നത് പവിത്രമായ ബന്ധമാണ് പൊന്നുമോനെ. തകർത്ത് കളയല്ലേ, അത് നിസാരമാക്കല്ലേ. JCBയുടെ പുറത്തും ആനപ്പുറത്തും അതുപോലെ തന്നെ മറ്റ് ആഭാസത്തരങ്ങളും DJ പാർട്ടികളും മദ്യപാനം വരെ വിളമ്പിയിട്ട് സുബ്ഹാനല്ലാഹ് ദാമ്പത്യ ജീവിതം തുടങ്ങുന്ന എത്രയോ എത്രയോ ചെറുപ്പക്കാരാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. എന്നാടാ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കുക? എന്നാണ് നമുക്ക് ബോധമുണ്ടാവുക? മക്കളെ വളർത്തുമ്പോ ശരിയായ നിലയിൽ വളർത്തിയിട്ടില്ല എങ്കിൽ നേരെ ചൊവ്വ ജീവിക്കുന്ന, മാന്യമായിട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാർക്ക് പോലും പേരുദോഷമാണ്. 4 പേരോ 5 പേരോ 10 പേരോ അടങ്ങുന്ന ഒരു സംഘം ചെയ്താൽ ഒരു സമൂഹത്തിനെ മുഴുവനും മോശക്കാരായിട്ട് ചിത്രീകരിക്കേണ്ടി വരുന്ന അവസ്ഥ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇസ്ലാം പഠിപ്പിക്കുന്ന മഹത്തായ അള്ളാഹുമായിട്ട് ഏറ്റെടുക്കുന്ന കരാറാണ് പരിശുദ്ധമായ നിക്കാഹ് കർമ്മം. ആ നിക്കാഹ് കർമ്മത്തെ പോലും കളങ്കപ്പെടുത്തുന്നവരെ, നിന്റെ ജീവിതത്തിന് ബറക്കത്തുണ്ടാകില്ല, ആ ജീവിതത്തിനൊരു അർത്ഥമുണ്ടാകില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. നിക്കാഹ് സുന്നത്തി, നിക്കാഹ് എന്റെ ചര്യയാണടോ. ആ ചര്യയിൽ ഞാൻ പഠിപ്പിക്കാത്തതൊന്നും നിങ്ങൾ കൂട്ടിച്ചേർക്കണ്ട. ഞാൻ പഠിപ്പിക്കാത്ത ഒരു അനാചാരവും നിങ്ങൾ കൂട്ടിപ്പിടിക്കണ്ട. മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം, മറ്റേ തലേ ദിവസത്തെ പാർട്ടി, പിന്നെ നിസ്കാരമില്ല, മറ്റേ ഇബാദത്തുകളില്ല, മുതിർന്ന ആളുകളെ ബഹുമാനിക്കലില്ല, എന്തെല്ലാം തോന്നിവാസങ്ങളാണ് മണിയറയ്ക്കകത്ത് വരെ കയറി കൂടിയിട്ട് ചെറുപ്പക്കാരെ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ. പാടില്ല സഹോദര, പാടില്ല. സ്നേഹബുദ്ധിയാൽ എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിക്കാഹ് പവിത്രമായ ബന്ധമാണ്. ആ പവിത്ര ബന്ധം ആരംഭിക്കേണ്ടത് പവിത്രമായി തന്നെയാണ്. ആ ദിവസം നിങ്ങൾ കളഞ്ഞു കുളിക്കരുത്. ആ ദിവസത്തിൽ തോന്നിവാസങ്ങൾ കാണിക്കരുത്. ആഭാസത്തരങ്ങൾക്ക് കുടപിടിക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. അള്ളാഹുവിന്റെ ശാപമിറങ്ങും, അള്ളാഹുവിന്റെ പരീക്ഷണമിറങ്ങും, വിപത്തുകൾ ഉണ്ടാകാൻ കാരണമാകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ.